ഇന്ന് കുറച്ച് ഞാവൽ പറിക്കാൻ വന്നതാണ്. നമ്മളോടല്ല കേട്ടോ, നമ്മൾ അപ്പേട്ടന്റെ വീടിന്റെ അവിടെയാണ്. അപ്പൊ അപ്പേട്ടനൊക്കെ അവിടെ കാത്തിക്കുന്നുണ്ട്. അതാ നിൽക്കുന്ന അപ്പേട്ടനെ നോക്ക്. അപ്പേട്ടൻ ബീക്കിലൊക്കെ അവിടെ വെയിറ്റിങ്ങിലാണ്. നമ്മൾ പോകുന്ന വഴി നോക്ക്, ഇന്നലൊക്കെ നല്ല ആന വന്നിട്ടുണ്ട്. ഇതാ ആന കാണിച്ചു വെച്ചോക്ക്. ഇതവിടെ ഒരു തോടാണ് കേട്ടോ. തോട്ടിൽ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇതെവിടെയൊക്കെ രാത്രി ആന ഉണ്ട്. അപ്പൊ അപ്പേട്ടപ്പോ രാവിലെ ആനയൊന്നും ഇല്ല പോരെന്ന് പറഞ്ഞിട്ട് നമ്മള് പെർമിഷൻ കിട്ടിയിട്ടാട്ടോ വന്നത്. വിളിച്ചു ചോദിച്ചു ഞാന്. അപ്പേട്ടന്റെ ഡോഗ്. നമ്മൾ തേനെടുക്കാൻ പോകുമ്പോഴൊക്കെ വിമാരുണ്ടായി നമ്മളെ കൂടെ. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഞാവല് കിട്ടൂലെന്ന് വിചാരിച്ചാണ്. കുറെ അപ്പേട്ടനോട് പറഞ്ഞിട്ട് ഞാവൽ ഉണ്ടായ സമയത്തൊക്കെ അപ്പേട്ടനൊക്കെ മലയിലും കാട്ടിലൊക്കെ തേനെടുക്കാൻ പോയതായിരുന്നു. പിന്നെ അപ്പേട്ടൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും മഴ ഇങ്ങനെ പിടിച്ച് ഞാവലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അപ്പേട്ടന്റെ വീടിന്റെ അവിടെ ഞാവൽ മരത്തിലായിട്ടുണ്ടായിരുന്നു വിളിച്ചതാ. അപ്പൊ അപ്പേട്ടൻ കുറെ സാധനങ്ങൾ എടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. കയറുണ്ട്, കൊട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നെറ്റൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പിടിക്കാം, അങ്ങനെ നോക്കണം. ഞാവൽ വലിയ മരമാണ്. അപ്പൊ നമ്മുടെ പീക്കിരി ഇരിക്കണ നോക്കി. എന്താ പീക്കിരി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണേ? എങ്ങട്ട് ഓടുന്ന പീക്കിരിക്ക് മടിയാ. അപ്പൊ അപ്പേട്ടാ എവിടെയുള്ളേ? അങ്ങോട്ടല്ലേ അപ്പേട്ടൻ പോകുന്നു. നമുക്ക് ചിലപ്പോ തോട്ടി ഉണ്ടാക്കണം എന്ന് അറിയുന്നത്. അപ്പേട്ടൻ തോട്ടി സെറ്റ് ആക്കണ്ടേ? ആ കേറി നോക്കല്ലേ. അപ്പൊ നല്ല ആന കേട്ടോ. അപ്പൊ 2 ദിവസമായിട്ട് ഇവിടെ രാത്രി അപ്പേട്ടനൊക്കെ പണി കഴിഞ്ഞൊക്കെ വേഗം വരലാണ്. വൈകി കഴിഞ്ഞാല് അവർക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ല. വരുന്ന ഈ വഴിയിലൊക്കെ ആനയായിരിക്കും. അപ്പൊ നമ്മളെ ഞാവൽ മരത്തിന്റെ അടിയിൽ എത്തിയിട്ടുണ്ട്. എന്താ പോയിട്ടുണ്ട് അന്ന് തളപ്പുണ്ടാക്കാനാ? അപ്പൊ പീക്കിരിയാണ് കേറുന്നിട്ട്. അപ്പം അടിയിൽ അതാണ് മരം കാണിച്ചു കൊടുക്ക്. ഇതാണ് ഞാവലിന്റെ മരം. ഞാവല് കാണുമോ? നല്ല സൂം ചെയ്ത് നോക്കിയാൽ ഞാവല് കാണാതാണ്. നല്ല പഴുത്തിട്ട് ഇങ്ങനെ കറുത്തിട്ടുണ്ട് അല്ലേ? അത്രയും നിറവാ. അവിടെയൊക്കെ ഞാവലുണ്ട്. എന്താ പീക്കിരിയെ? വലിയ നാവലാന്ന പീക്കിരി വരുന്നത്. അപ്പൊ ഇതിന്റെ അടിഭാഗത്ത് ചെന്ന് കാണില്ലേ നാവല്? ഇഷ്ടം പോലെ നല്ല മുന്തിരി, വലിയ നമ്മളെ കുരുവില്ലാത്ത മുന്തിരി ഇല്ലേ, അതുപോലെ തന്നെ ഉണ്ട്. നല്ല ബ്രൗണും അല്ല, ബ്ലാക്ക് ആയിക്കണില്ലേ ഒക്കെ കൂടെ. അപ്പൊ റിച്ചു അങ്ങോട്ട് പോവാ. ഇന്ന് കുഞ്ഞോളല്ല കേട്ടോ വീഡിയോ എടുക്കാൻ. റിച്ചു ആണ്. കുഞ്ഞോൾ ഇങ്ങനെ കാട്ടിലും ഫോറസ്റ്റിന്റെ അടുത്തിട്ടൊന്നും കുഞ്ഞോള് വരില്ല. ഒക്കെ അങ്ങനെ ബുദ്ധിമുട്ടാണ്. നമ്മള് പെട്ടെന്ന് ആനയൊക്കെ ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ഇവിടെയൊക്കെ പോകാൻ. അപ്പം റിച്ചു ആകുമ്പോൾ ഓടിക്കോളൂല്ലോ ആന വന്നാലും അല്ലേ. അപ്പേട്ടന്റെ വീടൊക്കെ നിൽക്കുന്നത് കുറെ ഫോറസ്റ്റിനോട് ചേർന്ന് കേട്ടോ. അതാ അങ്ങോട്ട് കാണാം, മലയൊക്കെ കാണുമോ? അതൊക്കെ കാടാണ് കേട്ടോ. ഏകദേശം കാടിന്റെ ഒരു ബൗണ്ടറി ഭാഗത്ത് തന്നെ എന്തിൽ തന്നെയാണ് അപ്പേട്ടനൊക്കെ താമസിക്കുന്നത്. അവരുടെ വീട് അപ്പുറത്താണ്. ഇതിന് മുന്നേ നമ്മള് തേനെടുക്കാൻ പോകുമ്പോൾ അപ്പേട്ടന്റെ വീടൊക്കെ കാണിച്ചാണ്. അതങ്ങനെ കിട്ടൂല. പോവാ നമ്മള് മഴ വരുന്നതിന് മുന്നേ പീക്കിരി നമുക്ക് സെറ്റ് ആക്കണം. അപ്പൊ പീക്കിരിയെ മരത്തിന്റെ അടിയിലെത്തിയിട്ടുണ്ട്. എവിടെടാ? ഇതാ എടാ റിച്ച് ഇവിടെ ഇവിടുന്ന് കറക്റ്റ് നാവല് കാണുന്നുണ്ട്. പീക്കിരി കളിക്കാൻ ഇറങ്ങിട്ടോ. ജേഴ്സി ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. മുണ്ടൊക്കെ മാറ്റി. ഇതാ ഇങ്ങോട്ട് നോക്ക്, നല്ല വലിയ നാവലാട്ടോ. അടിഭാഗത്ത് നോക്ക്, ഉണ്ടോ? നല്ല മുന്തിരി തന്നെ. എടാ വീണ് കിടക്കുമല്ലോ പീക്കിരി, വീണിട്ടില്ലേ? വീണതൊക്കെ തലിത്ത് പോയിട്ടോ. നല്ല ഉണ്ട്. ഇതാ ഇതൊക്കെ അലുത്ത് വീഴും. പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ നാവൽ അങ്ങനെ നിൽക്കൂല. എടെ പക്ഷികൾ നിന്നാന്ന്. ഇവിടുന്ന് കേറാനേ ഇതാ വലിയ മരാണ്. പിടുത്തല്ലേ അല്ലേ? അല്ല തളപ്പിട്ടിയെ കയറൂല ഇവിടം വരെ. ഇവിടുന്ന് കയറി പോവാ അല്ലേ? ഉണക്കുണ്ട് കേട്ടോ മരത്തിന്. മഴ പെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെയല്ല, ഇന്ന് രാവിലെ ആയിട്ട് പെയ്തിട്ടില്ലല്ലോ അത്ര. അങ്ങനെയാണ് അപ്പോട്ടൻ. അതുകൊണ്ടാണ് മഴ ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് അപ്പോട്ട് വരാൻ പറയും. മഴ ആയി കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ അട്ടേന്റെ ശല്യം ഉണ്ട്, പിന്നെ മരത്തിൽ കയറാനൊക്കെ പണിയാവും. ഇന്നലെ വൈകുന്നേരം പെയ്തിട്ട് പിന്നെ മഴ നിന്നതാ. പിന്നെ ചെറിയൊരു ചാറ്റിലേ വന്നിട്ടുള്ളൂ. അതൊന്നിങ്ങനെ മരം ഇങ്ങനെ ഇവിടെ നനഞ്ഞിട്ടില്ല. കണ്ടോ ഇവിടെ ഉണക്കാം. സംഭവം സീസണിൽ നമ്മള് ഞാവല് എല്ലാ വർഷവും ഇങ്ങനെ അപ്പോട്ടനൊക്കെ കൊണ്ടുതരലുണ്ട്. ഇപ്രാവശ്യം അപ്പോട്ടൻ പറയല്ലോ തേനെടുക്കലിന്റെ തിരക്കിലായിപ്പോയതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഒഴിവാക്കിയോ രാവിലെ കിട്ടൂല വിചാരിച്ച്. ഇതൊക്കെ കിട്ടുമ്പോഴേ ഒരു മറ്റേ വൈബാണ്. ഇതൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ കഴിക്കണം. ഇപ്രാവശ്യം നമ്മൾ ഒഴിവാക്കി ഇട്ടോടുന്ന് ഇപ്പൊ ലാസ്റ്റ് വെച്ചത് നമുക്ക് രാവിലെ കിട്ടി. നമുക്ക് കിട്ടേണ്ട എങ്ങനെയെങ്കിലും നമ്മളെ തേടി വരും. പീക്കിൽ ഇന്നലെ എപ്പോഴാണ് ആന വന്ന്? വൈകുന്നേരം കുറെ ആനുണ്ട് കൂട്ടാന്. ചെറുതുണ്ടോ? പീക്കിരി പറയുന്നത് ആനക്കുട്ടീന്റെ ചവിട്ട് ഇത്രക്കുള്ള ചെറിയ ചവിട്ടാണ്. അത് കാൽപ്പാട് മറ്റേ വലിയ വലിയ റൗണ്ട് ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഇനി അങ്ങനെ നമ്മൾ കൂനൊക്കെ തെരഞ്ഞു പോകണ്ടേ? അടുത്ത പരിപാടി ഞങ്ങൾ കൂൺ തെരയിലായിട്ട് ഫോറസ്റ്റിലൊക്കെ കൂൺ തെരഞ്ഞു. ഫോറസ്റ്റിലല്ല, ഇവിടെ അടുത്ത് ഇങ്ങനെ, അതായത് ഇവിടെ വലിയൊരു എസ്റ്റേറ്റ് ആണിത്. അപ്പൊ ഫോറസ്റ്റും ഉണ്ട്, അതിന് മുന്നേ ഇവിടുത്തേനായിട്ട് തോട്ടങ്ങളും കാര്യമുണ്ട്. ആ തോട്ടത്തിലൊക്കെ ഞങ്ങൾ കൂണൊക്കെ തെരഞ്ഞു പോകും. ഇവിടെ പിന്നെ എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഏകദേശം സാധനങ്ങളൊക്കെ ഈ തോട്ടത്തിൽ ഇവിടെ ആയിട്ടൊക്കെ കിട്ടും. ഇതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട്. അപ്പൊ അടുത്ത് ഞങ്ങൾ കൂൺ തെരഞ്ഞൊക്കെ പോകാനാണ്. ആനയൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ പോകുള്ളൂ അല്ലേ. ഇതാ
വന്നല്ലോ പണി കിട്ടി. പിച്ചു കാണിച്ചു കൊടുക്കതാ. കയറി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവന്മാർ ഇഷ്ടം പോലെ. എടാ ഉപ്പ് എന്തെങ്കിലും തേച്ച് വന്നാൽ മതിയല്ലേ കാലില്. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഡെറ്റോളൊക്കെ തേച്ചിട്ടായിട്ട് വരലിതാ. ഇങ്ങനെ ഉണ്ടാവും. ഇപ്പൊ മഴ കുറവുള്ളതുകൊണ്ട്, മഴ കൂടിക്കഴിഞ്ഞാൽ ഇവന്മാരും കൊണ്ട് പൊതിയും നമ്മളെ. പോണില്ലല്ലോ. ഇങ്ങനെ എടുത്തിട്ടേ ഇലയിൽ വെച്ച് കൊടുക്കാം. അട്ട അങ്ങനെ പീക്കിരി കയറി മുകളിലെത്തിയിട്ടുണ്ട്. ഇനി അപ്പുറത്ത് പോകണല്ലോ പീക്കിരെ. പിന്നെ കയറാ അപ്പോട്ടെ കയററിഞ്ഞു കൊടുക്കി. നോക്കി നിൽക്കിട്ടോ. അള്ളാന് മുഖത്തൊക്കെ കണ്ട് എറിഞ്ഞിട്ട്. ബിജുവേട്ടല്ല കഴിഞ്ഞ പ്രാവശ്യം ഈ കയറ് കാണുമ്പോഴേ പീക്കിരിയാണ് നമ്മൾ ലാസ്റ്റ് പ്ലാവുമ്പത്തെ ചക്ക ഇട്ടത്. അല്ല എത്ര ഇടങ്ങറായിട്ട് ഇട്ട്. ഇപ്രാവശ്യം നല്ല ചക്ക ആയിക്കുന്നുണ്ടോ? പീക്കിന്റെ കൈ മോശമൊന്നുമല്ല, പഴുത്തിക്കണ്. നമ്മളെ വലിയ പ്ലാവില്ലേ അതിമത്തെ. അതോനെ എറിഞ്ഞ് കുടുക്കിയിട്ടാണ് ഞങ്ങൾ നിലത്തിടാതെ താഴെ വീണ എന്തായാലും പൊട്ടുന്ന വെച്ച് കുറെ റിസ്ക് എടുത്തിട്ട്. ഇത് വൈനുണ്ടാക്ക ഇത് വെറുതെ എത്ര ഗുണം. ഞാവലിന്റെ എത്ര ഗുണം ഉണ്ടാവട്ടാ. ഇരുമ്പ് സത്തൊക്കെ നല്ലുള്ളത് ഞാവല്ല. പിന്നെ ജ്യൂസ് അടിക്കുന്നതൊക്കെ വൈനുണ്ടാക്കാൻ നമ്മൾ മുന്തിരി ഇടുന്ന പോലെ തന്നെ ഉണ്ടാവും. പെട്ടെന്ന് അതേ കളറും ഉണ്ടാവും, കുറച്ച് കിക്കും ആവും. നല്ല സാധന വൈനുണ്ടാക്കിനോ. നല്ല രസം. നല്ല നിറം കാണുമ്പോഴേക്കില്ലേ ഭംഗിന്റെ. ഇത് ഇട്ട് ഏതാ ലൂബിക്ക ഇത് നല്ല രസം. ഇത് നമ്മള് സാധാരണ നമ്മളെ ചാമ്പക്കൊക്കെ ഇടൂല്ലേ, ചാമ്പയ്ക്ക് മുന്തിരിയൊക്കെ ഇടുന്ന പോലെ പഞ്ചസാര ഇട്ടാ മതി. ക്ലിയറായിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചാല്. അല്ല ഇവനിപ്പോ എന്താ ചെയ്യത്? നോക്കി നിൽക്കുമോനെ. മഴ ഇല്ലാത്തോണ്ട് കേട്ടോ. മഴ ചെയ്താല് ഇത് കയറാൻ പറ്റില്ല. നല്ല വഴുക്കലുണ്ടാവും. ഇത് നല്ല പായലുണ്ട് ഈ മരത്തില്. ഇത്ര അടുത്ത് ഞാവലുണ്ടായിട്ട് ഭാഗ്യമാണ് നമുക്കിപ്പോ കിട്ടിയത്. ഞാവല് കറക്റ്റ് ഒരു ഏപ്രിൽ ലാസ്റ്റ് മെയ് മാസത്തിലല്ലേ ഉണ്ടാവല്. കുരങ്ങണ്ടാവില്ല അല്ലേ? നോക്കട്ടെ. ഒരു ഭാഗത്തുനിന്ന് കുലിക്കാൻ പറ്റും നമുക്ക്. കുലുക്കിട്ട് നെറ്റിൽ പിടിച്ചു നോക്കി താഴത്തൊക്കെ അങ്ങനെ നോക്കി നോക്കാം. ട്രയൽ നോക്കിയിട്ട് നമ്മൾ നെറ്റ് എടുത്തിട്ട് വരട്ടെ. ഞങ്ങളേ ഇങ്ങനെ നെറ്റ് പിടിച്ചിട്ട് താഴത്തെ കൊമ്പുകളിലൊക്കെ പീക്കിരി അങ്ങനെ കുലിക്കുക ചാടുക നോക്കാം. മേലുള്ള എന്തായാലും ചെറിയ കമ്പ് ഇറക്കണം എന്നാവും പറഞ്ഞ്, അല്ലാതെ കിട്ടൂല. ഇതൊക്കെ കണ്ടില്ല എൻഡില് തറ്റത്ത ഉണ്ടായിട്ടുള്ളത്. അപ്പൊ പീക്കിരി ഒന്ന് കുലുക്കി നോക്ക്. ഞാൻ അപ്പോഴും പിടിച്ചിട്ടുണ്ട്. ഇത് പീക്കിരിക്ക് കൈയായിട്ട് കിട്ടൂട്ടോ. വീണ്ടും നല്ല വീണ്ടല്ലോ അപ്പോട്ടാ. കിട്ടി പറ്റേ. കിട്ടുന്ന കിട്ട് പറിച്ച. എനിക്ക് കൈയായിട്ട് കിട്ടുന്ന കൈയായിട്ട് പറിച്ചിട്ടടാ. ഇതൊക്കെ എനിക്ക് താഴത്തെ കൊമ്പായതുകൊണ്ട് ഒരു കൈയായിട്ട് കിട്ടുന്നു. നോക്കി നിൽക്ക് പതുക്കെ. ഒരു കൊല കിട്ടുമെന്ന് നോക്കടാ. കൈയായിട്ട് കിട്ടുന്നതുകൊണ്ട് അങ്ങനെ പറിക്കാലോ. നീ കിട്ടാതി നോക്കി നിൽക്ക്. അതാ പീക്കിരി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ കൊല പറിച്ചിട്ട്. നല്ല ഉറപ്പുണ്ടല്ലേ. ഇതൊന്ന് കാണിക്കാൻ. ഒന്നും കൂടി പതുക്കെ. പൊട്ടുണ്ട് കൊല. അത് ക്യാച്ചിയാ ഇട്ടോ. ഇതാ നല്ല അടിപൊളി ഞാവല്. നോക്ക് മുന്തിരി തന്നെ ഇട്ടപ്പോട്ടാ. ഇടോക്ക് കഴിക്കട്ടോ. സൂപ്പറല്ലേ. പീക്കിരി ഞാൻ കുറച്ച് തിന്നോ. എന്താ സാധനം നോക്ക്. അറിയിച്ചു ഒന്നുകൂടെ കാണിച്ചു കൊടുക്കും. ഭയങ്കര വലുപ്പമുണ്ട്. ഈ കാട്ടിൽ രണ്ടുണ്ടാവൂല്ലേ, രണ്ട് സൈസ് ഉണ്ട്. ഇതിന് ചെറുതുണ്ട് കിട്ടും. നമുക്ക് ഭാഗ്യത്തിന് ഇതാ നല്ല വലുപ്പമുള്ള നോക്ക് സാധനം. ഇതാ ചോന്നോ. മധുരണ്ട് കേട്ടോ. ചെറിയ പുളിയുണ്ട്, എന്നാലും മധുരമുണ്ട്. മഴയുണ്ട് അല്ലേ. കറക്റ്റ് മുന്തിരി തന്നെ. നമ്മളെ കുരുയില്ലാത്ത മുന്തിരി. അപ്പോട്ടന്നെ അതിൽ നോക്ക് കാണിച്ചു കൊടുക്കും. അത് നല്ല വലിപ്പമുള്ള അപ്പോട്ടാ. ഇച്ചും കൂടെ നോക്ക് നെറ്റില് വീണിക്കണേ. എന്താ സംഭവം നോക്ക്. നല്ല പഴുത്ത അലിയില്ലേ. ഇതൊക്കെ നോക്ക് സാധനം. എന്റെ മോനെ കിട്ടി. നമ്മള് എല്ലാരും ഇപ്പൊ ഞാവലൊക്കെ എല്ലാരും വീട്ടിലുണ്ട്. ഹൈബ്രിഡ് ഞാവലുണ്ട്.
കൈ കിട്ടാലേ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അതിലും ടേസ്റ്റ് ഇതാട്ടോ. പീക്കിരി കൈ ഇങ്ങനെ പിടിച്ചിട്ട് തരുന്നുണ്ട്. ആ കൊലയ്ക്ക് ഞാൻ ക്യാച്ച് ചെയ്യാം പീക്കിരി ഇട്ടോ. അയ്യോ ഇത് പിടിക്കുമ്പോത്തിന് കൊഴിഞ്ഞു പോവാ. സംഭവം നോക്ക്, മുന്തിരി മാറിക്കണം. കുറച്ചുകൂടെ നട്ടടിച്ചു. ഇത് കിട്ടിയിട്ടില്ല ഇപ്രാവശ്യം, അതുകൊണ്ടാ. ഇതിപ്പോ കുഞ്ഞാത്താക്ക് കിട്ടിയേക്കണം, അത്ര ഇഷ്ടമൊക്കെ പെങ്ങക്കെ. അല്ലോ ഓള് കണ്ടാ വരും, വീഡിയോ കണ്ട എന്തായാലും ഓള് ഇങ്ങോട്ട് തന്നെ എത്തും. അപ്പൊ ഇനി നമുക്ക് വേഗം പറിക്കല്ലേ. ഞങ്ങളെ പറിച്ചിട്ട് മൊത്തത്തിൽ കാണിച്ചു തരാം. പിന്നെ ചിലത് ആ സൈഡിലൊക്കെ നോക്ക്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അത് അപ്പോട്ടും പറഞ്ഞ് ചെറിയ തോട്ടി കെട്ടിയിട്ട് വലിച്ചിട്ട് ഇങ്ങനെ ചാടിക്കൊക്കെ വേണം. നമ്മൾ കമ്പ് അങ്ങനെ വെട്ടൂല, എന്നാലും നമുക്ക് അധികം പീക്കിന്റെ മുകളിലുള്ളത് എന്തായാലും കമ്പ് ചെറിയ കമ്പാക്കിയിട്ട് കയറിലിറക്കാതെ. അപ്പൊ ഇനി ഞങ്ങളെല്ലാം പറിച്ചിട്ട് കാണിക്കാം. ഓരോന്നോരോന്ന് പറിക്കാൻ എന്നാലും അതാ പീക്കിരി വലുതുണ്ട്, അങ്ങോട്ട് എടുത്താ വന്ന് അടിച്ചിട്ട് അലിത്തുപോയി. വിച്ചുവിന് വേണ്ടേ? വിച്ചുവിന് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കണ്ടിട്ട് മാക്സിമം തിന്നാ അത്രത്തോളം തിന്നാ അത്രയും നല്ലതാ. നല്ല വൈറ്റമിനും പിന്നെ ഇരുമ്പിന്റെ സത്ത്. പിന്നെ വൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊളിയല്ലേ. മുന്തിരിന്റെ വൈനൊന്നും ഒന്നല്ല. അതാ നാവിലൊക്കെ നാവ് അറിയില്ലേ, കാണില്ല. നല്ല മതി, സൂപ്പർ സാധനം. അപ്പൊ നിങ്ങൾ വേഗം പറിക്കട്ടെ. പീക്കിന്റെ മുകളിൽ കയറില്ലേ. ഇതിപ്പോ ഞാൻ താഴിലൊന്ന് കാണിച്ചാൽ മുകളിലോട്ടൊന്ന് ക്ലിയർ ഉണ്ടാവില്ല, ഒന്ന് വന്ന് മഴക്കാറുണ്ട്. പിന്നെ മൊത്തം പറിച്ചിട്ട് ഞങ്ങൾക്ക് എത്ര കിട്ടും, വരം കിട്ടുന്നൊക്കെ ഞങ്ങൾ പറിക്കുന്നു. എന്ന് വെച്ചാൽ വലിയ ഭരണിയിലെങ്കിലും വൈൻ ഉണ്ടാക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയൊന്നും കിട്ടിയില്ല കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം ചെറിയ നാവല കിട്ടിയത്. മുന്തിരി നാവൽ എന്ന് പറഞ്ഞത് തന്നെ. ഇതൊക്കെ കടകളിലൊക്കെ വിൽക്കാൻ കിടക്കുന്ന കാണണം. അത് മറ്റേ ഇതാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന നാവല, പക്ഷെ അത്ര മധുരമില്ല, അത് കാണാനുള്ള ഭംഗിയുള്ളൂ. ഇത് കറക്റ്റ് കഴിച്ചോളെ. അപ്പോട്ടനെ വായ ഒന്നായിട്ട് ചോന്നിട്ടാ മുറുക്കാൻ നിന്നിട്ട്. ഞാനേ ഇത് കൊട്ടേക്കിടല്ല അപ്പടാ, ഇവിടെ അമ്മ അപ്പുറം വാങ്ങും നോക്കാം. ഇത് പഴുത്താലുള്ള പ്രശ്നമാണ്, ഇങ്ങനെ പെട്ടെന്ന് അലിഞ്ഞു അല്ലേ. ശ്രദ്ധിച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, ഇതൊന്നും കേടായതല്ല, വൈൻ ഉണ്ടാക്കാൻ ഇത് മതിയില്ല കറക്റ്റ്. ഇനിയൊക്കെ അലിഞ്ഞു പോകണല്ലേ. അത് രാവിലെ അങ്ങനെ തന്നെ, തൊട്ടപ്പം അലിഞ്ഞു. ഇനി അപ്പുറം മാത്തും അല്ലേ, വെള്ളമൊക്കെ ഉണ്ട് എടുത്തോളി. ചവിട്ടിയും പൊട്ടൂല്ലേ വേഗം, കാണാതായിപ്പോ ഇവിടൊക്കെ. നമുക്ക് ലാസ്റ്റ് വൃത്തിയാക്കത്. നോക്കടാ സാധനം നല്ല കൊലയായിട്ട് തന്നെ കിട്ടി. ഏതാ എടുക്കേണ്ടതെന്ന് അറിയണില്ല. ഇതൊക്കെ ഇതൊന്ന് മുന്തിരി തന്നെ കറക്റ്റ് അല്ലേ. സൂപ്പർ ഞാവലിതാ, ഇങ്ങനെ കൊലയായിട്ട് കിട്ടിയാൽ എന്താ ഭംഗി. അതാ വീണ്. ഇപ്പൊ നമുക്ക് കിട്ടിയതൊക്കെ നല്ല കൊലയായിട്ടുള്ള തന്നെയാണ്. ബിയമോള് വേണേനല്ലേ, ബിയമോള് സ്കൂളിൽ പോയിട്ടോ. ബിയമോൾ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിങ്ങനെ കണ്ടിട്ടൊക്കെ എന്താ ചെയ്യേണ്ടതെന്നല്ല, അത്രയില്ലേ. ഒരു വേറെ ടൈപ്പ് കാണിച്ചു തരാ, ഇങ്ങനെ പിടിച്ചിട്ടേ വൈബ് ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ റിസ്ക് എടുത്ത് കാട്ടിൽ തന്നെ വരണം. മേമേ നെറ്റിന്ന് ഒഴിവാക്കണം അടുത്ത് വാങ്ങാനേ. മഴ ഇരുന്നുണ്ടേ, അപ്പൊ നമുക്ക് വേഗേ നമുക്ക് ഇപ്പൊ ഫുള്ള് കൊലായിട്ടാണ് കിട്ടുന്നത്. അപ്പോട്ടും പീക്കിരിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാണ് എങ്ങനെ അവിടെ ഇങ്ങനെ കൊലാക്കി ഇട്ടുതരണമെന്ന്. മഴ ഇരുന്നുണ്ടല്ലോ. നോക്കിത് റിച്ചുവിന്റെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് റിച്ചു എടുത്താട്ടോ. പീക്കിരിനോട് പറയും, പീക്കിരി റിച്ചുവിനായിട്ട് മോളിൽ നിന്ന് തന്നതാണ്. സംഭവം ഇങ്ങനെ വരയ്ക്കുമ്പോൾ കൊട്ട വേഗം അറിയും കേട്ടോ. അതൊക്കെ പൊട്ടിച്ച്, സോറി റിച്ചു, പൊട്ടിച്ചിട്ടുണ്ടല്ലോ ഒതുങ്ങൂല. ഇത് കാണിച്ചു കൊടുക്കടാ. അയ്യോ എന്നിട്ട് ബാക്കി കാര്യം അപ്പോഴത്തെ ക്ലാസ് പറഞ്ഞു കൊടുക്കുക മുകളിലേക്ക്. അത് നോക്കിട്ടില്ല. കുറച്ചും കൂടെ ഉണ്ട്,
കുറച്ച് നമ്മൾ തോട്ടിയായിട്ട് ഇനി വലിച്ചു പറിക്കാനൊക്കെ ഉണ്ട്. അതും കൂടെ പറിച്ചിട്ട് നമ്മൾ പറി നിർത്തും കേട്ടോ. അപ്പൊ ഞങ്ങളെ പറിയൊക്കെ കഴിഞ്ഞ് പീക്കിരി ഇപ്പോഴാട്ടെ ഭൂമിക്ക് ഇറങ്ങിയത്. ഇതാണ്ടില്ല. അപ്പോൾ നമ്മൾ കൊട്ടയിലാക്കിയത് എന്താ പറയുക, വേഗം ഇതൊക്കെ ഡാമേജ് വരും. അപ്പൊ വലയിലാക്കുന്നൊക്കെ നമ്മൾ നേരെ കൊട്ടയിലാക്കും. ഇതിപ്പോ നിറഞ്ഞു പോയിട്ടോ. കുറച്ചുകൂടെ നമുക്ക് പെറുക്കിയെടുക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ആയുധം ഇങ്ങോട്ട് എടുത്തു കൊടുന്നതാ. ആയുധമല്ല കിട്ടിയത്. അപ്പോട്ടാ നമുക്ക് പെറുക്കാനില്ല അടിയിൽ കുറേ ഞങ്ങളടുത്ത് കൊഴിഞ്ഞു പോയതുണ്ട്. അപ്പൊ അതൊക്കെ പെറുക്കിയെടുക്കട്ടെ പോയിട്ട്. ഇതാ സാധനം കാണിച്ചു കൊടുക്ക്. ഇതിലൊക്കെ ഉണ്ട്. അറിയാ ചവിട്ടി പോയിട്ടുണ്ട് കുറേയൊക്കെ. എന്താ വെച്ചാൽ ഇത് നെറ്റിൽ വാങ്ങാൻ നിൽക്കുമ്പോൾ അടിയിലല്ലേ ചവിട്ടിപ്പോ. ഇതാ നോക്ക് ഇത് അതിൽ കുറെ ആയി വരുന്നുണ്ട് അല്ലേ. ഇതാണ്ടോ ഇങ്ങനെ ഉണ്ടാവും പച്ച. അതിലെല്ലാം കാണിക്കാമല്ലോ നമുക്ക്. പച്ച ഉണ്ട്, പഴുത്ത്. അതൊക്കെ വലിപ്പം കൂടി വരുന്ന ഓരോ സ്റ്റേജുകളാണ്. ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റ് മുന്തിരിയുടെ വലിപ്പമായിട്ടോ പഴുത്ത് തുടങ്ങുമ്പോൾ. പിന്നെ ഞങ്ങൾക്ക് കുറെ ഐഡിയ പറഞ്ഞു തന്നെ ആരറിയോ, ഞങ്ങൾ ആശാൻ വിജുവേട്ടൻ ഇപ്പം റെസ്റ്റിലാണ്. വിജുവേട്ടൻ ചെറുതായിട്ട് മരത്തുനിന്ന് വീണ് കമ്പ് കെട്ടിയ സമയത്ത് ചോല വെട്ടാൻ പോയപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് റെസ്റ്റിലാണ്. ബാക്കി പെറുക്കല്ലേ. അപ്പം ഞങ്ങൾ ബാക്കിയുള്ള കൂടെ വേഗം പെറുക്കിയെടുക്കട്ടെ. മഴ ഇങ്ങനെ വരാൻ നിൽക്കുന്നുണ്ട്, ചെറുതായി ചാറുന്നുണ്ട്. നമ്മളെ ഞാവല് പറി കഴിഞ്ഞ് ഇവിടെ നോക്കി നമ്മളെ കൊട്ട നിറഞ്ഞത്. ഇതാ ഒരു കൊട്ട. നമ്മളെ ചെറിയ കൊട്ടയിലും ഫുള്ള് ചാക്കിലൊക്കെ ഇഷ്ടം പോലെ നമുക്ക് പെറുക്കാനുണ്ട്. അപ്പം അപ്പോട്ടിനും പീക്കിലൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ല നാവല്. എന്താ അടിപൊളി നാവൽ, സൂപ്പർ നാവൽ. നല്ല മധുരമുണ്ട്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നാവലേ നല്ല വിലയും കൊടുക്കണം, ഇത്രയൊന്നും മധുരം ഉണ്ടാവില്ല. ഇത് കണ്ടില്ലേ മുന്തിരി തന്നെ. ഇട്ട് നോക്ക്, സൂപ്പർ സാധനം. അപ്പം മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഇനി റിച്ചു ഞാൻ ഞങ്ങൾ കുറച്ചുകൂടെ പെറുക്കി ഇതൊക്കെ എടുത്ത് സെറ്റാക്കി പോകണം. അപ്പോൾ എന്നാൽ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതായിട്ട് നല്ല അടിപൊളി വൈനും ഉണ്ടാക്കും, ജ്യൂസ് അടിക്കും. ബിയമോൾക്കൊന്നും ഇത് കിട്ടിയാൽ പിന്നെ പറയേണ്ടി വരില്ല. അപ്പോൾ എന്നാൽ വീഡിയോ ഇവിടെ നിർത്തട്ടെ. വേഗം കൈയും കാലൊക്കെ കയറി നമുക്ക് നല്ല തോടുണ്ട്. ഇപ്പം വെള്ളം കുറവാണ്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്ത് തുടങ്ങിയാലേ തോട്ടൊക്കെ നല്ല വെള്ളമായിരിക്കും.